ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചാനലിൽ വ്ളോഗ് ഇടുന്നത്. ഇതൊരു കിച്ചൺ ചാനലാണെങ്കിലും നമുക്ക് അതിനുള്ളൊരു സമയമില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് അറിയാം, നമ്മളിപ്പോൾ തുന്നി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ്, പക്ഷെ അതിൻ്റെ കുറച്ച് എന്താ പറയുക ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആണ്, ഭയങ്കര ബിസിയാണ്. പിന്നെ 2 മക്കൾ അങ്ങനെയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു തിരക്ക് പിടിച്ചൊരു ദിവസത്തെ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ നിർബന്ധിച്ചിട്ടാണ് ഈ ഒരു ചാനലിൽ ഇന്നൊരു വ്ളോഗ് ഇടാൻ വേണ്ടി നിൽക്കുന്നത്. ഇവിടെ ഇടില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ കഴിഞ്ഞൊരു 3-4 ദിവസം മുന്നൊരു വീഡിയോ ഇട്ടിക്കണേ, അതല്ലാതെ ഒരു മാസത്തിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോ ഇടാൻ വേണ്ടി നിൽക്കുന്നത്. കാരണം വീഡിയോ ഇടില്ല, മടിയാണ് മടി അല്ലേ? മടിയായിട്ടല്ല, ഓൾറെഡി നമ്മളൊക്കെ ബിസിയാണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങളും ഒരു മൂഡും ഇല്ല, ഒരു നേരവും ഇല്ലായിരുന്നു. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആകെ ഒരു മൂഡില്ലാന്ന് പറയുന്നത്. ഇന്നത്തെ മെയിൻ പരിപാടികൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്ന് ഈ ഒരു വീഡിയോ ഇടാത്ത കാരണം, ഇവിടെ ഇടണ്ടെന്ന് പറയാൻ കാരണം എന്താണെന്ന് പറയുമോ, ഇന്ന് ഇവളുടെ 8 ഇടുന്ന ദിവസമാണ്. അതായത് ലൈസൻസിന് നമ്മൾ 8 ഇടല് പ്രാക്ടീസ് 23-ാം തീയതി ഉള്ള ടെസ്റ്റാണ്. അതായത് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ടെസ്റ്റാണ്. പരീക്ഷയിൽ ഓള് മാഷാ അല്ലാഹ് ജയിച്ചു. ഓള് അതായത് സാധാരണ അവിടെ ഒരുപാട് ആൾക്കാർ പല വട്ടം തോറ്റു പോകുന്ന ആൾക്കാരുണ്ട്. ഇവർക്ക് എന്തോ ഒറ്റ ടൈമിൽ തന്നെ അത് കിട്ടി. പക്ഷെ ഇത് അതുപോലെ ആവൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഫിസിക്കൽ പോലെയാണ്. അതായത് നമ്മൾ 8 ഓൾറെഡി എനിക്ക് ഒരു പ്രതീക്ഷയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്കൂട്ടിമ്മ പോകുമ്പോൾ തന്നെ സ്കൂട്ടിമേണോ പോണത് അതോ തോണിയിലാണോ പോണതെന്ന് ഞാൻ ഇടയ്ക്ക് തോന്നുന്നുണ്ട്. കാരണം ഇവിടെ പോണതിൻ്റെ ഒപ്പം 2 കാല് പുറത്തിട്ടിട്ടുണ്ടാവും. ഈ 8 ഇടുന്ന സംഭവം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് കുത്തിയോ അപ്പോൾ ഔട്ടാണ്. അപ്പം മിക്കവാറും ഇത്രയും ടഫ് പിടിച്ച സാധനത്തിൽ ഓള് കാല് കുത്താതെ പോയി കഴിഞ്ഞാൽ ഓൾക്ക് ലൈസൻസ് ഹെവി ലൈസൻസ് കൊടുക്കാന്ന് ഞാൻ പറയുന്നത്. അപ്പം എന്തായാലും ആ ഒരു വിഷ്വലൊക്കെ കാണാം. അതല്ലാതെ വേറെ എന്തൊക്കെയാണ് നമുക്ക് പരിപാടി? ഇന്നത്തെ മെയിൻ പരിപാടി എന്താന്ന് വെച്ചാല് കുറച്ച് തിരുമ്പാനുണ്ട് ഗൈസ്. ഇന്നലെ മൂത്രം കഴിച്ചിരുന്ന അലേഹ അങ്ങനെ പറയും, മൂത്രം അയച്ചു എന്റെ മുഖത്ത് നോക്കിയിട്ട് മൂത്രം അയച്ചെന്ന് പറയുന്നത് ഗൈസ്. രാത്രി ഇവിടെ കുട്ടി ബെഡിൽ മൂത്രം അയച്ചാലും ചീത്ത എനിക്കാ. കാരണം ഞാനൊരു ഒരു മിനിറ്റ് എനിക്കറിയപ്പോ മൂത്രം അയക്കുന്ന സിഗ്നലൊന്നും തരുന്നില്ല, അത് ഒഴിച്ചാൽ മാത്രമേ ഞാൻ പറഞ്ഞു നിങ്ങളോട് ഗൈസ്. അതായത് ഞാൻ ഇപ്പൊ ജിമ്മിന് പോകൊണ്ട് ഞാൻ എന്താക്കും, കുളി കഴിഞ്ഞാൽ കണ്ണാടിയിൽ ഇങ്ങനെ കാണിക്കും, ഇങ്ങനെയൊക്കെ കാണിക്കും. ആ ഒരു ഇങ്ങനെ കാണിക്കുന്ന ഗ്യാപ്പിലാണ് കുട്ടിയുടെ മൂത്രയിച്ചാൽ ഇന്നെ പട്ട് കാര്യമില്ല. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ എന്താക്കാൻ വേണ്ടി പോകുന്നത്. അതിന് മുമ്പ് ക്ലാസ് ഇല്ലേ, ഇന്റർവെല്ലിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാണ്ട് ഈ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കൊടുക്ക്. ആ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസും പറയാം. അതിന് ശേഷം നമ്മൾ നേരെ പോകുന്ന എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൃക്കടിയിലാണ് ഇവൾക്ക് 8 ഇടേണ്ടത്. മെയിൻ 8 ഇടേണ്ടത് ഒറ്റപ്പാലത്താണ്. അപ്പോൾ അതിന് 23-ാം തീയതിയാണ് ഡേറ്റ് തന്നിട്ടുള്ളത്. എന്തായാലും കുറച്ച് ദിവസങ്ങളുള്ളൂ, അധികം പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്ക്, ബാക്കിയൊക്കെ പിന്നെ കാണാം. അപ്പൊ ഇന്നത്തെ കാലത്തെ നമ്മൾ പെണ്ണുങ്ങൾക്കും കൂടി ഒരു ഏണിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ലൈഫ് മുന്നോട്ട് പോകും. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ഈ ഒരു കോഴ്സ് ഒരുപാട് പേർക്ക് ഉപകാരമാവും കേട്ടോ. സ്വന്തമായിട്ട് പഠിച്ചാൽ ഇന്നൊരു ജോബ് കിട്ടി, അതിനൊരു ഇൻകം കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ലത് തന്നെയല്ലേ. ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഉള്ളതാണ്. അപ്പൊ നമുക്ക് ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്റർവെല്ലിന്റെ ECPC കോഴ്സാണ്. അപ്പൊ നമ്മളെ കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് നല്ലൊരു ജോബ് നേടിയിട്ട് ഒരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റിയ ഒരു കോഴ്സാണിത്. +2 ക്വാളിഫിക്കേഷനിൽ ആർക്കും ഇതിൽ ജോയിൻ ചെയ്യാം. ഇതൊരു ബാച്ച് ബേസ് ക്ലാസ് ആണ് കേട്ടോ വരുന്നത്. 1 ഇയർ ഡ്യൂറേഷൻ വരുന്നത്. 8 മന്ത് കോഴ്സും +4 മന്ത് ഇന്റേൺഷിപ്പ്. ഈ ഒരു കോഴ്സ് നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്റർവെൽ തന്നെ പ്ലേസ്മെന്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്റർവെല്ലിൽ തന്നെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാം. പിന്നെ അതുമല്ല മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ GCC കൺട്രീസിലോ പോയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീക്കേഷൻ സർട്ടിഫിക്കറ്റും ഇന്റർനാഷണൽ വാലിഡ് ആയിട്ടുള്ള UK സർട്ടിഫിക്കറ്റും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ ഫേസ് ടു ഫേസ് ലൈവ് ഇന്ററാക്ഷൻ സെക്ഷൻ ക്ലാസ്സുകളാണ് ഉള്ളത്. പിന്നെ ഇതിൽ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്ട് വരുന്നുണ്ട്. ഒരു ടീച്ചർ എന്നതിലുപരി ഒരു പേരന്റ് എങ്ങനെ ആവാന്ന് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ എടുത്തു പറയാനുള്ളത് ഇതിലെ ട്യൂട്ടേഴ്സ് തന്നെയാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ് ഫുള്ള് മനസ്സിലാവും ചെയ്യും, ഒരു ബോറടി ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ടീച്ചർ എന്നതിലുപരി നല്ലൊരു പേരന്റ് ആവാനും പറ്റും. അപ്പൊ ECPC കോഴ്സ് നിങ്ങളും കംപ്ലീറ്റ് ചെയ്തോളി, ഭാവിയിൽ നിങ്ങൾക്ക് നല്ലൊരു ടീച്ചർ ആവാം. അപ്പൊ ഗൈസ് എന്തായാലും ക്ലാസ് ഒക്കെ നിങ്ങൾ കേട്ടില്ല. ഇനി പഠിത്തം മുടങ്ങി പോയാലും ഉപേക്ഷിച്ചാലും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൽ ജോയിൻ ചെയ്തോളി. പിന്നെ നിങ്ങൾക്ക് ഫീസിന്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഓരോരുത്ത് EMI സൗകര്യം ഉണ്ട്, ഘട്ടം ഘട്ടമായിട്ട് അടിച്ചു തീർത്താൽ മതി. അവരുടെ അടുത്ത് ഈ ഒരു കോഴ്സ് മാത്രമല്ല കേട്ടോ, KG to +2 വരെയുള്ള കുട്ടിക്ക് സിലബസ് ഓറിയന്റഡ് ആയിട്ട് ക്ലാസ് റൂം കോഴ്സും അവൈലബിൾ ആണ്. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള നിലക്കാണ് കേട്ടോ ഇവർ ക്ലാസ് കൊടുക്കുന്നത്. പിന്നെ നമ്മളെ മക്കൾക്ക് ഏത് സബ്ജക്റ്റ് ആണ് വീക്ക് എങ്കിൽ ആ വീക്കിലെ സബ്ജക്റ്റിൽ ഫൗണ്ടേഷനും അവൈലബിൾ ആണ്. അപ്പൊ ഇതിൽ ജോയിൻ ചെയ്യാല്ലേ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ ജോയിൻ ചെയ്തോളി. ക്ലാസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഫുള്ള് പറഞ്ഞു തോന്നുന്നുണ്ട്. ഇനി നമ്മൾ നേരെ ചോർന്നിട്ട് 8 ഇടാൻ വേണ്ടി പോവാണ്. ഇനിയാണ് കളി. ഇതൊക്കെ എനിക്ക് സിമ്പിൾ ആണെന്ന് പറയുന്നത് വരികയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്കിന്ന് 8 ഇടാൻ വേണ്ടി പോവാം. മക്കളെയൊക്കെ ഉറക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. കാരണം ഉച്ചയ്ക്ക് ശേഷമാണ്.
പിന്നെ ഉമ്മാനെ ഇവിടെ എത്തിക്കണം, കാരണം ഒരു നീച്ച് കഴിഞ്ഞാൽ പണിയാവും. അപ്പോൾ നടക്ക്, സ്കൂട്ടി എടുത്തോ, ഈ എന്നെ ബാക്കിൽ എടുത്ത് പോകണ്ട്. നടക്ക് നടക്ക്, എടുക്ക്. ഇല്ല ഇല്ല ഇല്ല, ഇറക്കത്. പിന്നെ എന്താണ് ഇത്ര പേടിയാണെങ്കിൽ എന്താ? ഇന്നെക്കാളും നിർബന്ധം നിങ്ങൾക്കല്ലേ? സ്കൂട്ടി വേണമോ എന്ന് പറഞ്ഞ് നിലവിളിച്ച് ഇവിടെ സ്കൂട്ടി വാങ്ങി കൊടുത്ത് കാർമ്മ കൊണ്ടുപോയി കുത്തണ്ട കേട്ടോ, നേരെ എടുത്തു വാ. എന്നാ അടുക്കളയിൽ കയറി തിരിച്ചോ. ഒട്ടകത്തിന് സ്ഥലം വേണമല്ലോ വണ്ടി തിരിക്കാൻ. നല്ല നല്ല കോമഡി ആയിരിക്കട്ടെ ഗൈസ് ഇന്നത്തെ വീഡിയോ. ഞാൻ കാണിച്ചു തരാം. ചെറിച്ച് മലങ്ങും കാറ് മേടിക്കല്ലേ. പിന്നെ അവിടെ കാല് കുത്തി ഔട്ടാണ്, അവിടെ കാല് കുത്തി ഔട്ടാണ്. ഈ ഒരു വണ്ടി തിരിക്കാൻ മൊത്തം കാലുമേണ്. മിക്കവാറും ഇത് കാല് കുത്തും. അവിടെ ഈ വണ്ടി ആയിരിക്കൂല കേട്ടോ. ഇങ്ങോട്ട് പോ, ആക്സിലേറ്റർ കൊടുക്ക്, പോരെങ്ങോട്ട്. എങ്ങോട്ട് പോരെ. ഈ പോകുമ്പോ എനിക്കിത് സ്കൂട്ടിയാ തോന്നുന്നില്ല, മറ്റേ കാല് കുത്തി പോണ സാധനല്ലേ. എന്നെ കൊണ്ടോ. കാല് എങ്ങനെ, കാല് കുത്തിയിൽ ഓടിക്കായിരുന്നത്. പോട്ടെ 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 പോട്ടെ. പിന്നെന്താ ഇട്ട് കിട്ടിന്ന എനിക്ക് ചളി കൂടെ എന്തിനാ പോണേ? എവിടേക്ക് കയറ്റുമ്പോ അയ്യോ പോ. വണ്ടി വണ്ടി എടുക്കാ. ഞാൻ വരില്ല. ഇജ്ജ് എടുക്കാതെ ഞാൻ എടുക്കില്ല ഇവിടുന്ന്. പിന്നെ ഞാൻ എന്നെ എടുത്തിട്ട് എല്ലാ ദുനിയാവുക്കും പോലല്ലേ. പോ പോ. ഇല്ല എടുക്കില്ല കേട്ടോ. ഇല്ല ഇല്ല, കാലൊന്നും വേക്കല്ല. ആദ്യം ഒന്ന് ഓടിച്ച് ശീലമായിരിക്കും. ഇത് ഓടിച്ച് ശീലല്ലോ. എന്നാ പോട്ടെ. സിനു എത്തിടാൻ വേണ്ടി പോവാണ്. കാല് കുത്തണ്ട കേട്ടോ ഗായ്സ്. സിനു ഹെൽമെറ്റൊക്കെ ഇട്ട് പോട്ടെ. കാല് കുത്തണ്ട കേട്ടോ. എന്നെ പണി എന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പരമാവധി കാല് കുത്താതെ നോക്കിക്കോ. കാല് കമ്പി അത് കിട്ടും. ഒരു 3-4 വട്ടം പോയാൽ കിട്ടും, റെഡിയാവും. അടുത്തുകൂടി തിരിയണല്ലേ. കാല് കുത്തിട്ട് ഞാനൊക്കെ കുത്താതെ വാ. കാല് കുത്തണേ. നീ കൊഴപ്പല്ല, വാ അങ്ങോട്ട് പോരെ. കാല് കുത്തണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്താതെ വാ. കാല് വേനിക്ക് അതിന്റെ മുകളിൽ കാല് വെക്ക്. സിമ്പിളായിട്ട് ഓടിക്കാനുള്ളതല്ലേ ഉള്ളൂ. മെല്ലെ പോട്ടെ. അത്ര അടുത്തു കൂടെ പോലെ എന്നാ കാല് കുത്തൂല. ഈ ഇതൊക്കെ വൈഡായിട്ട് പോ. ഇപ്പൊ കമ്പിയൊക്കെ മറിച്ചിടുന്നോ തോന്നുന്നു. എവിടുക്കാണ്? അതാണ് വര. ഈ വര നോക്കി ഓടിച്ചോക്ക. മെല്ലെ മതി, ധൃതിയില്ല. മെല്ലെ മതി. കാല് കുത്തണ്ട. കിട്ടിയാ ജയിച്ചു. ലൈസൻസ് കിട്ടി. കിട്ടി. കാല് കുത്താതെ ഇട്ടു. അതൊക്കെ സിമ്പിളാണ്. ഒരു 8 ഇടാൻ വൈക്കാത്ത ഈയാണ് ഇവിടെ. ഇപ്പൊ എനിക്ക് ലൈസൻസ് കിട്ടി വന്ന് എന്നോട് ആരോ ചോദിച്ചാൽ 8 സിമ്പിളാന്ന് ഞാനും പറയും. കിട്ടുന്നവരെ എല്ലാവർക്കും ഗൈസ് നമ്മള് 8 ഇടല് കഴിഞ്ഞ്. എത്ര ഇട്ടു? 3 4-5 ഇട്ടു. ഒരു 16-20 തെറ്റിക്കുകയും ചെയ്തു. നമുക്ക് ടെൻഷനാണ്. 20 മിനിറ്റിന്റെ അല്ല. എന്തോ ഒരു വേദന ഉണ്ട്. അതാ ഞാൻ നിർത്തി. ആടാ ഞങ്ങള് വീട്ടിലെത്തി. അലേഹ പഴംപൊരി തിന്നിയാണ്. അങ്ങോട്ട് കൊണ്ടുവാ. മഴ പെയ്യുന്നുണ്ട്. വാ. ആരാണ് ഇതൊക്കെ? എന്താ ഇവിടെ 8 പഠിക്കണ്ടോ? അവളിപ്പോ മെയിനാ.
സാധനം കിട്ടൂല. ഗൈസ് എട്ടിടലൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.